Hi friends, welcome back to my channel Reena's Food Recipes. ഇന്ന് നമ്മുടെ ചാനലിൽ കൂടി നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ട്രോബെറിയും അതുപോലെ നല്ല കൂളിംഗ് ആയിട്ടുള്ള ടെൻഡർ കോക്കനട്ടും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. ചാനലിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് എന്നുള്ള ഓപ്ഷനിൽ നിന്ന് ടച്ച് ചെയ്യുക. അപ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നുള്ള ഓപ്ഷൻ കാണും, അതുകൂടി ആക്ടിവേറ്റ് ചെയ്യുമ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് സമയത്ത് ലഭിക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. 10 സ്ട്രോബെറി ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഷുഗർ കൂടെ ചേർത്ത് അത് സിറപ്പ് പരുവത്തിലാക്കിയെടുക്കാം. 3 ടേബിൾ സ്പൂൺ, 1/4 കപ്പ് വരെ പഞ്ചസാര ഇടാം. കാരണം സ്ട്രോബെറി കേക്ക് മതി എന്നുള്ളവർക്ക് കുറച്ച് മധുരം ചേർക്കുക. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. നന്നായിട്ട് സിറപ്പായി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു കസ്റ്റാർഡ് പ്രിപ്പയർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കാനാണ്. അപ്പോൾ പിന്നെ കസ്റ്റാർഡ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. അപ്പോൾ 1.5 കപ്പ് പാലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1.5 കപ്പിൽ നിന്ന് കുറച്ച് ഒരു 1/4 കപ്പോളം മാറ്റിയിട്ടുണ്ട് ഇങ്ങോട്ട്. കണ്ടൻസ് മിൽക്ക് വേണമെങ്കിൽ ചേർക്കാം. നമ്മൾ ഫ്രഷ് ക്രീം ചേർക്കുന്നതുകൊണ്ട് ഞാൻ കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നില്ല. മൂന്ന് ടേബിൾ സ്പൂൺ ഷുഗർ ചേർക്കുന്നുണ്ട്. അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഫിക്സ് ചെയ്യാം. അതൊക്കെ ഒന്ന് ഇതായി വരട്ടെ. ഒന്ന് കുറുക്കിയെടുക്കാം. ഇത് 250 ml ഫ്രഷ് ക്രീമാണ്. ഫ്രഷ് ക്രീം ചേർക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നീട് മിൽക്ക് പൗഡറോ കണ്ടൻസ് മിൽക്കോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. തീ ഒരു മീഡിയത്തിൽ വെക്കുക. ഞാൻ 2 കരിക്കിൻ്റെ വളരെ ടെൻഡറായിട്ടുള്ള ഒരു കാമ്പാണ്, അതുകൊണ്ട് 2 എണ്ണത്തിൻ്റെ എടുത്തിട്ടാണ് ഇത്രയും കിട്ടിയിരിക്കുന്നത്. നമുക്ക് ഇത് കൂടുതൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് ചേർക്കാം. അത് ചേർക്കണം. ഇത് മിക്സിയിലൊന്ന് ചെറുതായിട്ട് അടിച്ചതാണ്. കുറച്ച് പീസസ് ആയിട്ട് കിടന്നാലും നമുക്ക് ഇത് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഒന്ന് കുറുക്കിയെടുക്കാം. കരിക്കൂടി ചേർത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി മധുരം കുറയും. അപ്പോൾ വീണ്ടും നമ്മൾ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ചേർക്കാം. വേണമെങ്കിൽ അഗർ ജലാറ്റിൻ ഒക്കെ നമുക്ക് ചേർക്കാം. ചൈന ഗ്രാസ്, അഗർ ചൈന ഗ്രാസ് അല്ല ജലാറ്റിനൊക്കെ ചേർത്ത് കുറച്ചുകൂടെ കുറുക്കി ഒരു തിക്ക് ഫോമിലൊക്കെ വേണമെങ്കിൽ എടുക്കാം. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടെ തിക്കാവും. എല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. ഇതവിടെ ടെൻഡർ കോക്കനട്ട് കസ്റ്റാർഡ് ഒന്ന് തണുക്കാനായിട്ട് വെച്ചതായിരുന്നു. നമുക്ക് മുകളിലോട്ട് സ്ട്രോബെറിയുടെ സിറപ്പ് ഒഴിക്കാം.
ഫ്രഷ് സ്ട്രോബെറി ഒന്ന് വെച്ച് കൊടുക്കാം. നല്ലൊരു വെറൈറ്റി ഫ്ലേവറും നല്ലൊരു കളർ കോമ്പിനേഷനുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നന്നായിട്ട് തണുപ്പിച്ച് കുറച്ചും കൂടി ഒന്ന് സെറ്റ് ആയിട്ട് കഴിക്കാം. അപ്പോൾ ഈ സീസണിലൊന്ന് ട്രൈ ചെയ്യുക. ചാനൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.